ഗുഡ് മോർണിംഗ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് കോഡ് MPS 003 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു സെഷനാണ് ഇന്ന്. ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ ഫെഡറാലിസം. അത് 11ാമത്തെ യൂണിറ്റാണ്. എന്താണ് ഫെഡറാലിസം? യു സി ഇറ്റ് ഈസ് എ ഡൈനമിക് തിയറി ഓഫ് നേഷൻ ആൻഡ് സ്റ്റേറ്റ് ബിൽഡിംഗ്. സ്റ്റേറ്റ് ബിൽഡിങ്ങുമായി നിലവിലുള്ള ഒരു ഡൈനമിക് തിയറിയാണ് ഫെഡറാലിസം. It is primarily a theory about institutionalized political cooperation and collective coexistence. പൊളിറ്റിക്കൽ കോപ്പറേഷനെ സ്ഥാപനവൽക്കരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കോപ്പറേഷൻ ആൻഡ് കോ എക്സിസ്റ്റൻസ്, കളക്റ്റീവ് കോപ്പറേഷൻ ആൻഡ് കോ എക്സിസ്റ്റൻസിൻ്റെ എസെൻഷ്യാലിറ്റി, അതാണ് ഫെഡറാലിസം. ഇൻ അതർ വേർഡ്സ്, ഫെഡറാലിസം ഈസ് എ ഗ്രാൻഡ് ഡിസൈൻ ഓഫ് ലിവിങ് ടുഗദർ ഇൻ ദ മെട്രിക്സ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാട്ട് ഡാനിയൽ എലാസർ കൺസെപ്ച്വലി ടേംസ് സെൽഫ് റൂൾ പ്ലസ് ഷെയർഡ് റൂൾ. അദ്ദേഹം പറയുന്നതാണ്, ഡാനിയൽ എലാസർ. അദ്ദേഹം ഇതിൻ്റെ ആ ഒരു കൺസെപ്ച്വൽ ടേംസിലൂടെ പറയുന്നത് ഫെഡറാലിസം എന്ന് പറഞ്ഞാൽ സെൽഫ് റൂൾ, അതിനോടൊപ്പം തന്നെ ഷെയർഡ് റൂൾ, അതാണ് അതിൻ്റെ മീനിങ്. ഷെയർഡ് റൂൾ, അതായത് ഭരണം സ്വയം ഏറ്റെടുക്കുകയും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുക, ഫെഡറാലിസം. സോ ഇറ്റ് ഈസ് എ തിയറി ഓഫ് നേഷൻ ബിൽഡിംഗ്. ഇറ്റ് സീക്സ് ടു ഡിഫൈൻ സ്റ്റേറ്റ് സൊസൈറ്റി റിലേഷൻഷിപ്സ് ഇൻ സച്ച് എ മാനർ so as to allow autonomy of identity of social groups to flourish in the constitutionally secured and mandated institutional and political space. The federal constitution recognizes the special cultural rights of the people. That is the specialty. The special cultural rights of the people, especially the minorities. So in this sense, it is very close to the theory of multiculturalism, yet different, because the niceties of federalism lies in its fundamental stress on institutionalization of diversities and facilitating socio-political cooperation between two sets of identities through various structural mechanisms of ഷെയർഡ് റൂൾ. അപ്പോൾ ഇതൊരു ഷെയർഡ് റൂളായിട്ടാണ് ഫെഡറാലിസത്തെ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഓട്ടോണമിയാണ്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ഫെഡറൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് റിലേഷൻഷിപ്പാണ്. അതേപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിനെ ഗവൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നോക്കിയാൽ ഭരണഘടനാപരമായി ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മാൻഡേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പൊളിറ്റിക്കൽ സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാമുണ്ട്. അങ്ങനെ നിലവിലെ സമൂഹത്തിലെ മൈനോറിറ്റി കാസ്റ്റിനെ അവരുടെ കൾച്ചറൽ റൈറ്റ്, സ്പെഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് അത് പ്രൊവൈഡ് ചെയ്യുവാനും ഒക്കെ കൂടി ഒരു അംഗീകാരമുള്ള ഒരു കൺസെപ്റ്റാണ് ഫെഡറാലിസം. അപ്പോൾ സ്റ്റേറ്റ് ബിൽഡിംഗ് തിയറിയാണ്. അതിൻ്റെ എസെൻഷ്യൽ കമ്പോണൻസ് ഉണ്ട്, പ്രധാനമായും 3 ആണ്. ദ ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിറ്റോറിയലൈസേഷൻ ഓഫ് ഫെഡറൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ സച്ച് എ മാനർ ടു പ്രൊമോട്ട് ക്ലോസർ കോണ്ടാക്ട് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദി ഗവൺമെൻറ്. അപ്പോൾ ലോക്കൽ ലെവലിൽ, ടെറിറ്ററി ലെവലിലെ അഡ്മിനിസ്ട്രേഷൻ അത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൈകോർത്ത് ഏകീകരിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലെ ആ ഒരു ക്ലോസ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ് എന്നുള്ളൊരാശയം. സെക്കൻഡ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫെഡറൽ പവേഴ്സ് ഓൺ എ നോൺ സെൻട്രലൈസ്ഡ് ബേസിസ്. അതായത് അധികാരം കേന്ദ്രീകൃതമാവുക എന്ന ആശയത്തിൽ നിന്നും വിഭിന്നമായി ഏറ്റവും ടോപ്പ് ലെവൽ അതോറിറ്റിയായ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും താഴോട്ട് അധികാരത്തെ തന്നെ ഡിസെൻട്രലൈസ് ചെയ്യുക. അപ്പോൾ ഫെഡറൽ പവേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാവുക എന്നൊരാശയം. മൂന്നാമത്, ക്രിയേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഷെയർഡ് റൂൾസ്. ഷെയർഡ് റൂൾസിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഭരണത്തിൻ്റേതായ ആ ഒരു നല്ല വശങ്ങളെ അനുഭവവേദ്യമാക്കുവാനുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫെഡറാലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കമ്പോണൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്? ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇന്ത്യൻ ഫെഡറാലിസം. സോ ദി എസെൻസ് ഓഫ് ഫെഡറൽ യൂണിയൻ. എന്തൊക്കെയാണ് സാലിയൻ്റ് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. യു സി ദ യൂണിയൻ ടൈപ്പ് ഫെഡറൽ പോളിസി or federal politics that presupposes the essential balancing of two inherent tendencies, namely unionization and regionalization. അപ്പോൾ പ്രാദേശിക തലത്തിലുള്ള സർക്കാരും അവിടെയുള്ള ജനങ്ങളും യൂണിയൻ ലെവലിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങളും അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ബാലൻസിങ് ടെൻഡൻസീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പോളിസി കൂടിയാണ് ഫെഡറൽ
ഫെഡറാലിസം, ഇന്ത്യൻ ഫെഡറാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സെൻട്രലൈസ്ഡ് ഫെഡറാലിസം എന്നത് കേന്ദ്രീകൃതമായ ആ ഒരു ടോപ്പ് ലെവൽ അതോറിറ്റിയും അവരോടൊത്ത് നിൽക്കുന്ന ജനങ്ങളും എന്നതിനുപരി റീജിയണൽ ബേസിൽ പ്രാദേശിക തലത്തിലുള്ള അധികാര സംവിധാനങ്ങളും അവരോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളും എന്ന തരത്തിലും അവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ടെറിട്ടോറിയൽ സോവറിനിറ്റിയും അവയുടെ ഇൻറ്റഗ്രിറ്റിയും നാഷണൽ യൂണിറ്റിയും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഇന്ത്യയിൽ ഒരേ സമയം ഇതിന് സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ ഫെഡറാലിസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും അതിന് താഴെത്തട്ടിലുള്ള റീജിയണൽ ഗവൺമെൻറ്റൽ സംവിധാനങ്ങളും ജനങ്ങളും മറ്റുള്ള ഒരു റിലേഷൻഷിപ്പ് അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യൂണിയനൈസേഷൻ പ്രോസസ് കോൺസ്റ്റിറ്റ്യൂഷണലി ദാറ്റ് ബെസ്റ്റോസ് അപ്പോൺ യൂണിയൻ ഗവൺമെൻറ് and which added the responsibility of securing balanced economic growth and social change across the regions and social segments through endeavor. The Constitution envisages the role of the states as coordinating partners to the union government. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളികൾ എന്ന രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ റീജിയണൽ ലെവലിൽ ഇവരെ സെഗ്മെൻറ്റൈസ് ചെയ്ത് റീജിയണൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ് താഴെയുള്ള റീജിയണൽ അതോറിറ്റീസ് അവരെല്ലാം തന്നെ അധികാരങ്ങൾ പങ്കുവെച്ചു താഴെത്തട്ടിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് അധികാരങ്ങളുടെ സമിതികളായിട്ട് നിലകൊള്ളുന്നതാണ്. അപ്പോൾ സോഷ്യൽ സെഗ്മെൻറ്റ്സ് ഓരോ സെഗ്മെൻറ്റ്സിലെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഗവൺമെൻറ്റൽ സ്ഥാപനങ്ങളെല്ലാം തന്നെ ആ ഒരു പ്രവർത്തനവും പരിശ്രമവും എല്ലാം തന്നെ ഇവിടെ സ്റ്റേറ്റിൻ്റേതായ രീതിയിൽ കോർഡിനേറ്റിംഗ് പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ യൂണിയൻ ഗവൺമെൻറ്റുമായി പങ്കാളിയായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫെഡറാലിസത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ മാത്രമല്ല യൂണിയനൈസേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനതിൻ്റേതായ പൊളിറ്റിക്കൽ മീനിങ്ങും റെലവൻസും എല്ലാം തന്നെ ഉണ്ട് എന്നതാണ്. അപ്പോൾ യൂണിയനൈസേഷൻ പ്രിൻസിപ്പിൾ അത് ഫെഡറാലിസവുമായി അടുത്ത് നിൽക്കുന്നതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൾസോ റെക്കഗ്നൈസസ് റീജിയണാലിസം ആൻഡ് റീജിയണലൈസേഷൻ ആസ് വാലിഡ് പ്രിൻസിപ്പിൾസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് ആൻഡ് സ്റ്റേറ്റ് പ്രൊമോഷൻ. അപ്പോൾ സ്റ്റേറ്റ് പ്രൊമോഷനും നാഷണൽ ബിൽഡിങ്ങിനും ഏറ്റവും വാലിഡായിട്ടുള്ള പ്രിൻസിപ്പിളായിട്ട് എടുത്ത് പറയുന്ന സ്വീകാര്യതയുള്ള രണ്ട് പദപ്രയോഗങ്ങളാണ് റീജിയണാലിസം ആൻഡ് റീജിയണലൈസേഷൻ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ക്ലോസ് സ്ക്രൂട്ടിനി നോക്കുമ്പോഴേക്കും അത് വ്യക്തമാക്കുന്ന എന്തെന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെയധികം അക്നോളജ് ചെയ്യപ്പെടുകയും റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ദ ഫോർമേഷൻ ഓഫ് എ മൾട്ടി ലെവൽ ഒരു മൾട്ടി ആഡേഡ് ഫെഡറേഷൻ വിത്ത് മൾട്ടിപ്പിൾ മോഡ്സ് ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷനെ മൾട്ടിപ്പിൾ മോഡ്സ് ഇവിടെ ഉണ്ടാകണം എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്തു പോന്നിരുന്ന കാര്യമാണ്. അപ്പോൾ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന് പറ്റുന്ന രീതിയിലുള്ള മാതൃകകൾ മൾട്ടിപ്പിൾ ലെവലിൽ ഉണ്ടാവണം. സോ ദിസ് മൾട്ടി ആൾഡഡ് ഫെഡറേഷൻ ദാറ്റ് മേ കൺസിസ്റ്റ് ഓഫ് യൂണിയൻ, then states, then sub-state institutional arrangements like regional development or autonomous councils and the units of local self-government at the lower levels. So while a union and a state constitute the federal superstructure, the remaining two constitutes the federal structure. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ സൂപ്പർ സ്ട്രക്ചറായിട്ട് മുകളിലും താഴെയും എന്ന രീതിയിൽ സ്റ്റേറ്റ് അതോറിറ്റീസ് എന്ന രീതിയിലൊക്കെ ഫെഡറൽ സൂപ്പർ സ്ട്രക്ചർ ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലെ താഴോട്ട് റീജിയണൽ ബേസിലുള്ള അധികാര തലങ്ങളുമെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ദ റിമൈനിങ് ടു കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഫെഡറൽ സബ്സ്ട്രക്ചർ. ഈച്ച് ലെവൽ ഹാസ് കോൺസ്റ്റിറ്റ്യൂഷണലി സ്പെസിഫൈഡ് ഫെഡറൽ ഫങ്ഷൻസ്. ഓരോ തലത്തിലും അധികാരത്തിൻ്റേതായ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അവർക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ചുമതലകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത് അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുമുണ്ട്. വിച്ച് ദേ പെർഫോം ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ചർ. ഓരോ സംവിധാനവും പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്, എന്നാൽ ഏകോപനമുണ്ട് താനും. ഇൻ്റഗ്രേഷൻ, കോർഡിനേഷൻ ഇതെല്ലാം ഇതിനിടയിലുണ്ട്. പക്ഷേ അതോറിറ്റിക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട് പ്രവർത്തനത്തിൽ. ഹൗവർ ദ സൂപ്പർ സ്ട്രക്ചർ ദാറ്റ് എക്സസൈസസ് സർട്ടൻ ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ദ സബ്സ്ട്രക്ചർ. ഇവിടുത്തെ സൂപ്പർ സ്ട്രക്ചർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് അതേപോലെ റീജിയണൽ സിസ്റ്റം അവരുടെ ഇടയിലൊക്കെ ഏകോപനത്തിനും അതേപോലെ നിയന്ത്രണത്തിനുമുള്ള ചില അധികാരം അവരിലുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന superstructure exercises certain fiscal and political control over the substructures. Developmental funds to the substructure are released by the two superstructures.
അപ്പോൾ സൂപ്പർ സ്ട്രക്ചേഴ്സായിട്ട് നിലനിൽക്കുന്നവരാരാണോ അവരാണ് താഴത്തേക്ക് ഡെവലപ്മെൻറ്റൽ ഫണ്ട്സ് എല്ലാം തന്നെ റിലീസ് ചെയ്ത് അവർക്ക് വിട്ടുകൊടുക്കുന്നത്. മെനി ഓഫ് ദ ഡിസിഷൻസ് ഓഫ് ദ റീജിയണൽ കൗൺസിൽസ് ആർ സബ്ജക്റ്റഡ് ടു ദ അപ്രൂവൽ ബൈ ദ കൺസേൺഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ റീജിയണൽ കൗൺസിലിൻ്റെ ഡിസിഷൻസ് പലതും തന്നെ ഇവർക്ക് വിധേയമായിട്ടുണ്ടായിരിക്കും. അതായത് സൂപ്പർ സ്ട്രക്ചറിലുള്ള അവർക്ക് കൂടി അംഗീകാരം ലഭ്യമാകുന്ന തരത്തിൽ അവരുടെയും കൂടി ചില നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ആയിരിക്കും റീജിയണൽ കൗൺസിലെല്ലാം തന്നെ എടുക്കുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. Then you see, as the matter of fact, the Constitution of India promotes both symmetrical and asymmetrical distribution of competence. സിമെട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ, അതായത് മുകൾ തലത്തിലും മേൽത്തട്ടിലും നിലവിലുള്ള ആ ഒരു സ്റ്റേറ്റ് സംസ്ഥാന ബന്ധങ്ങൾ, അതായത് യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധങ്ങൾ. സോ ദിസ് വേരിയഗേറ്റഡ് സിസ്റ്റം ഫസ്റ്റ് ലൈസ് ഡൗൺ ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ ഏതാ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്? പവർ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രിൻസിപ്പിളാണ് ഇവർക്ക് ഫോളോ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ഫോളോ ചെയ്യേണ്ടി വരുന്ന ഒരു സിസ്റ്റമാണ് ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ദർ ഈസ് എ പ്രൊവിഷൻ ഓഫ് സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോമ്പറ്റൻസ് ആൻഡ് പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സെലക്ടഡ് സ്റ്റേറ്റ്. അതായത് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതേപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റും. അപ്പോൾ ഇവിടെ ഒരു പ്രൊവിഷനുണ്ട്, അതിനൊരു വകുപ്പുണ്ട്. അതായത് യൂണിയൻ ഗവൺമെൻറ് ഏതെല്ലാം വകുപ്പുകൾ, ഏതെല്ലാം ചുമതലകൾ, ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെല്ലാം ചുമതലകൾ, ഏതെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അവർക്കുള്ളത്. അതിന് ഷെഡ്യൂള് ഭരണഘടനയിലെ ഓരോരോ ആർട്ടിക്കിൾ അതിൽ പറയുന്നുണ്ട്. ആ ആർട്ടിക്കിൾ അനുസരിച്ച് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നമ്മളുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ദെയർ ആർ മെനി പ്രൊവിഷൻസ് ലൈക്ക് ആർട്ടിക്കിൾ 370, 371, 371AH, then 5th and 6th schedules which allow for a special type of യൂണിയൻ സ്റ്റേറ്റ് റിലേഷൻസ്. അപ്പോൾ യൂണിയൻ സ്റ്റേറ്റ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ധാരാളം വകുപ്പുകൾ ഭരണഘടനയുടെ ആ ഒരു ആർട്ടിക്കിളിൽ പലതുണ്ട്. ആ ആർട്ടിക്കിളിൽ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഇപ്പോൾ മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ടു പുട്ട് ക്ലിയർലി, ദീസ് പ്രൊവിഷൻസ് റെസ്ട്രിക്റ്റ് ദി ആപ്ലിക്കേഷൻ ഓഫ് മെനി യൂണിയൻ ലോസ്, delimit the territorial extent of application of parliamentary legislators and bestows upon the office of governor with special powers. അപ്പോൾ ഇങ്ങനെ പറയുന്ന അധികാരം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ നിർവഹിക്കേണ്ട ചുമതലകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് ഭരണഘടനയുടെ ഓരോരോ ആർട്ടിക്കിളിലും കൃത്യമായി പറയുമ്പോഴേക്കും ആ ആർട്ടിക്കിളിലുള്ള ചില പ്രൊവിഷൻസ് തീർച്ചയായിട്ടും മെനി യൂണിയൻ ലോസ് റെസ്ട്രിക്ഷൻ വരുത്തുന്നുമുണ്ട്. അതായത് സ്റ്റേറ്റിൻ്റെ മേലെ യൂണിയൻ ലോസ് എല്ലാം തന്നെ യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ മേലെ ഇമ്പോസ് ചെയ്യാൻ സാധിക്കില്ല. ചിലതെല്ലാം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് പാർലമെൻ്ററി ലെജിസ്ലേറ്റേഴ്സ് അതിനവിടെ ഡീലിമിറ്റ് എന്ന രീതിയിലാണ് പറയുക. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് സംവിധാനം, ആ ഓഫീസ് സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഗവർണർക്കുള്ള റോള്, ഗവർണർക്ക് സ്പെഷ്യൽ പവേഴ്സാണ് കൊടുത്തിരിക്കുക. ഗവർണർക്ക് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ചില സംസ്ഥാനങ്ങളിൽ പറയുന്നുണ്ട്. അത്തരം സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, സിക്കിം, ആസാം, മണിപ്പൂർ, നാഗാലാൻഡ്, ജമ്മു ആൻഡ് കാശ്മീർ, അതേപോലെ മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇവിടെയൊക്കെ സ്പെഷ്യൽ പവേഴ്സ് എന്ന രീതിയിലാണ് ഗവർണർക്ക് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു ക്ലോസ്ലി എക്സാമിൻ ദ എബോവ് മെൻഷൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ ഫെഡറലിസം ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഫൈൻ ട്യൂൺഡ് ടു അക്കോമഡേറ്റ് എത്നിക് ഡൈവേഴ്സിറ്റി ആൻഡ് എത്നിക് ഡിമാൻഡ്സ് ലൈക്ക് ആപ്ലിക്കേഷൻ ഓഫ് കസ്റ്റമറി ലോ in ethnic features in the formation of the polities in the constitution permits for the ethnic self-governance through specially created institutions like autonomous regional or district councils. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിൻ്റെ വൈവിധ്യങ്ങൾ, അവിടുത്തെ കൾച്ചറൽ ഡിഫറൻസസ്, എത്നിക് ഡൈവേഴ്സിറ്റി, എത്നിക് ഡിമാൻഡ്സ്, അവിടെയുള്ള ആ ഒരു ജനങ്ങളുടെ കമ്മ്യൂണിറ്റി ബേസ്, ആ കമ്മ്യൂണിറ്റി ബേസിലുള്ള പൊളിറ്റിക്കൽ ബേസിൽ അവർക്കുള്ള ആവശ്യങ്ങൾ, അവിടുത്തെ ഒരു ക്രിമിനൽ ജസ്റ്റിസ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ കോഡ്, ഇതെല്ലാം തന്നെ കസ്റ്റമറി ലോസ് എല്ലാം പരിഗണിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ് ചെയ്യുകയാണ്. എന്താണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്? ഫോർ ദ എത്നിക് സെൽഫ് ഗവേണൻസ്, ആ രാജ്യത്തിൻ്റെ അല്ലെ ആ സംസ്ഥാനത്തിൻ്റെ
രാജ്യത്തിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു എത്നിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു സെൽഫ് ഗവേണൻസ് അതാത് സംസ്ഥാനത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. അതിന് പറ്റുന്ന സ്ഥാപനങ്ങളായിരിക്കണം ഓട്ടോണമസ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ ഡിസ്ട്രിക്ട് കൗൺസിൽസ് എന്ന രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, എ ഫ്യൂ ഡസൻ സച്ച് കൗൺസിൽസ് എക്സിസ്റ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് റീജിയൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ. ഇതുപോലുള്ള ഭരണ സംവിധാനങ്ങൾ അടങ്ങുന്ന ഭരണസമിതികൾ കുറച്ചെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ നോർത്തേൺ ഈസ്റ്റ് ഏരിയസിലെല്ലാം നിലവിലുണ്ട് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ദീസ് കൗൺസിൽസ് സിക്ക് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ ഇൻഡിജീനസ് ഐഡൻറ്റിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതത് പ്രാദേശിക തലത്തിലുള്ള ജനതയ്ക്കും അവരുടെ ആ ഐഡൻറ്റിറ്റിക്കും അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിനും വേണ്ടിയായിരിക്കും ഈ കൗൺസിലിൻ്റെയൊക്കെ പ്രവർത്തനം നിലനിൽക്കുക എന്നുള്ളതാണ്. ദെൻ അഗെയിൻ അറ്റ് ദ ഫോർത്ത് ലെവൽ എക്സിസ്റ്റ് ദ യൂണിറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവേണൻസ്. നമ്മൾ 3 കമ്പോണൻസിനാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഫോർത്ത് ലെവലിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് സെൽഫ് ഗവേണൻസ് എന്ന രീതിയിൽ ലോക്കൽ സെൽഫ് ഗവേണൻസ്, അതായത് പ്രാദേശിക ഭരണ സംവിധാനങ്ങളാണ്. പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് പ്രാധാന്യം കിട്ടിയത് 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വീണ്ടും ഫെഡറലൈസ് ചെയ്തു. അതിൻ്റെ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റീസ് എല്ലാം തന്നെ അത് താഴെത്തട്ടിലേക്ക് വില്ലേജ് തലത്തിലും മുനിസിപ്പൽ ലെവലിലും ഒക്കെ അത് കൂടുതലായിട്ട് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ ഭരണഘടനയുടെ 73ാം 74ാം വകുപ്പ് ഭേദഗതി ചെയ്തു. അപ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് PRI അവരാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റൽ ഫങ്ഷനിങ് ഏജൻസി എന്ന രീതിയിൽ വന്നു. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ത്രൂ ഡയറക്റ്റ് ഇലക്ഷനിലൂടെ ആയിരിക്കണം പഞ്ചായത്ത് സമിതികളെ തിരഞ്ഞെടുക്കേണ്ടതും അത് ഉണ്ടാക്കേണ്ടതും ചിട്ടപ്പെടുത്തേണ്ടതും. അങ്ങനെ പഞ്ചായത്ത് സമിതികൾ കൂടിയിട്ട് വേണം ആ ലോക്കൽ പഞ്ചായത്തിൻ്റെ റോഡ്, ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ കമ്മ്യൂണിറ്റി അസറ്റ് ബിൽഡിംഗ്, ദെൻ പ്രൊമോട്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ത്രൂ ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് മൈനർ ഇറിഗേഷൻ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, ദെൻ അഗെയിൻ സോയിൽ കൺസർവേഷൻ ആൻഡ് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ്, then promote social forestry and animal husbandry, then dairy and poultry, then provide development of village industry and the institutions of empowering people for self-governance, so self-government also. From the federal viewpoint, the relationship between PRIs, the state and the center, there exists a one-to-one basis, while many of the developmental schemes of the center are implemented by the panchayats without the interference of the state, or the state government allocate a certain percentage of ഇറ്റ്സ് ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ് ടു ദ പഞ്ചായത്ത്. അതായത് പിന്നീട് നാം ഫോർത്ത് ലെവൽ ഓഫ് ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ആ ഫോർത്ത് ലെവൽ എന്ന് പറയുന്നത് സെൽഫ് ഗവേണൻസ് ആണ്. ലോക്കൽ സെൽഫ് ഗവേണൻസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു, ഭരണഘടനാ ഭേദഗതി നടത്തുന്നു. 73ഉം 74ഉം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാ വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് താഴെത്തട്ടിലേക്ക് അധികാരങ്ങളും സമ്പത്തും ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിനും കൂടുതൽ അധികാരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിനുള്ള ഡിവിഷൻസ്, ഫണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം മുകൾ തട്ടിൽ നിന്ന് വിഭജിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിഭജിച്ചു കൊടുക്കുമ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് അണ്ടർടേക്ക് ചെയ്യേണ്ട അതോറിറ്റി ആയിട്ട് മാറുകയും അങ്ങനെ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അവരെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത് ജനപ്രതിനിധികൾ ഉണ്ടാവുകയും അത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ ബോഡീസ് പഞ്ചായത്ത് സമിതി എന്ന രീതിയിൽ രൂപപ്പെടുന്നു. അങ്ങനെ ഇവരിലേക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം കാര്യങ്ങളാണ് അതാണ് ഓരോന്നോരോന്നായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിന് അങ്ങനെ നമ്മളുടെ PRIs എന്ന് പറയുന്നത് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പവർ എംപവർമെൻറ്റിന് സെൽഫ് ഗവൺമെൻറ്റിനുള്ള ഏറ്റവും വലിയ ഏജൻസിയായിട്ട് രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ നാം ഈ ഫെഡറൽ വ്യൂ പോയിൻറ്റിൽ നിന്നും നാം വിശകലനം ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ PRIs, ദെൻ സ്റ്റേറ്റ്, ദെൻ സെൻറ്റർ ലെവൽ അതെങ്ങനെ കാണപ്പെടുന്നത് 1-to-1 ബേസിസ് ആണ്. 1-to-1 ബേസിസ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റൽ സ്കീംസ് ഓഫ് ദ സെൻറ്റർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഉണ്ടാക്കുന്ന പദ്ധതികളും പണവും എല്ലാം അവരുടെ ആയിരിക്കും. പക്ഷേ അത് നടപ്പിലാക്കുന്നത് താഴെത്തട്ടിലാണ്. താഴെത്തട്ടിൽ പഞ്ചായത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. പഞ്ചായത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ചെയ്യാം. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ല സെൻട്രൽ ഗവൺമെൻറ്റോ ഫണ്ട് കൊടുക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇവർ വക ചെലവഴിക്കുമ്പോഴേക്കും അതിൽ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. മറിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യാതൊരു പഞ്ചായത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം വിത്തൗട്ട് എനി ഇൻ്റർഫിയറൻസ് ബൈ ദ സ്റ്റേറ്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അലോക്കേറ്റ് സെർട്ടൺ പേഴ്സൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ് ടു ദി പഞ്ചായത്ത്. അപ്പോൾ ഇവിടെ പഞ്ചായത്തിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ബഡ്ജറ്റിൻ്റെ ആ പദ്ധതി വിഹിതം എന്ന രീതിയിൽ ഒരുപക്ഷെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും, ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പഞ്ചായത്ത്
പഞ്ചായത്തിനോ മുനിസിപ്പൽ ഗവൺമെൻറ് അതോറിറ്റീസിനോ ഫണ്ട് നൽകുമ്പോഴേക്കും ആ ഫണ്ടിൽ അത് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെ ഇടപെടാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ വരില്ല. മറിച്ച് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്ന രീതിയിൽ അവർ ഓരോ നിർദ്ദേശങ്ങൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അവർ കൊടുത്തിരിക്കും. അങ്ങനെ സ്വതന്ത്രമായ ഒരു ഓട്ടോണമി എന്ന രീതിയിൽ അവർക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഗ്രാമപഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇതെല്ലാമാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന രീതിയിൽ നാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അധികാരങ്ങളും അതുപോലെ തന്നെ ഫണ്ടും താഴേക്ക് കൈമാറുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത്. Then what has been shown above is the fact that the union type of federalism of India അതിവിടെ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ താഴെത്തട്ടിലേക്ക് അധികാരങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, താഴെത്തട്ടിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ടായത്. സോ ദ ഫെഡറലിസം ഇൻ ഇന്ത്യ എസെൻഷ്യലി ഫങ്ഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ടെറിട്ടോറിയൽ ഡിസെൻട്രലൈസേഷൻ്റെയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനം. അത് പ്രാദേശികമായിട്ട് അധികാരത്തെ വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഡിസെൻട്രലൈസേഷൻ വിച്ച് കമ്പൈൻസ് ബോത്ത് ദ സെൻറ്റർ, പെരിഫറി ആൻഡ് നോൺ സെൻട്രലൈസേഷൻ മോഡൽസ് ഓഫ് ഫെഡറലിസം. If federalism in India deviates from the classical reference to American federalism, it is only for the purpose of accommodating diversity and to serve its national interest. അപ്പോൾ ഇത് ഫെഡറലിസം എന്ന ആ ഒരു ആശയം അത് കേന്ദ്ര സംസ്ഥാന താഴെത്തട്ടിലുള്ള പ്രാദേശിക ഗവൺമെൻറ് തമ്മിലുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിൽ അവർ അധികാരങ്ങളും അതേപോലെ തന്നെ പവർ മാത്രമല്ല ഫണ്ടും ഫിനാൻഷ്യൽ റിസോഴ്സസും താഴെത്തട്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇവിടെ നമ്മുടെ ലോക്കൽ ലെവലിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഏകോപിതമായ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു അതോറിറ്റി താഴെത്തട്ടിലുള്ള ജനങ്ങളെ ഏകോപിപ്പിക്കുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സ് എന്ന രീതിയിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിലാണ് നാം ഈ ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അക്കമ്പനി ചെയ്യാൻ പറ്റുന്നുണ്ട് ഡൈവേഴ്സിറ്റിയെ, അതുപോലെ നാഷണൽ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഫെഡറൽ ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സ് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് പാർട്ടിസിപ്പേറ്ററി മാനറിൽ പങ്കാളിത്തത്തോടു കൂടി അത് നടപ്പിലാക്കുവാനായിട്ട് അവർക്ക് ലഭ്യത ഉണ്ടാവുകയാണ്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ബീയിങ് മൾട്ടി ലെയേർഡ് ദാറ്റ് വൺ ഫൈൻഡ് ബോത്ത് ദ സിമെട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ സിസ്റ്റം ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷൻ്റെ രണ്ട് തലങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സിമെട്രിക്കലായിട്ടും അസിമെട്രിക്കലായിട്ടും. ചിലപ്പോൾ കേന്ദ്രീകൃതമായിട്ട് അധികാരവും ഫണ്ടും ഒരിടത്ത് തന്നെ നിൽക്കും, ചിലപ്പോൾ അത് ക്ലാസിഫൈ ചെയ്ത് അത് ഡൈവേഴ്സിഫൈഡ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്ത് താഴെത്തട്ടിലെ പല തലങ്ങളിലൂടെ അത് എത്തുകയും അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയും ചെയ്യും. അപ്പോൾ അധികാരങ്ങളും അതേപോലെ റിസോഴ്സ് കൈമാറ്റവും സിമെട്രിക്കലായിട്ടുമുണ്ട് അസിമെട്രിക്കലായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നമുക്ക് ഫെഡറലിസത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. സോ ദീസ് ആർ സംതിങ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഫെഡറലിസം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെ തുടർന്നുള്ള നെക്സ്റ്റ് പാർട്ട് അടുത്തൊരു വീഡിയോ സെഷനിലൂടെ. ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.